ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിശ്വവിഖ്യാത സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ദ 7 ഏജസ് ഓഫ് മാൻ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള വർക്കിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു മോണോലോഗാണ്. അപ്പം അതാണ് നമുക്ക് ഈ പഠിക്കാനുള്ള ഒരു ഫോമാറ്റിലാണ് അത് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി അത് ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിലെ ഒരു ഫേമസ് ആയിട്ടുള്ള മോണോലോഗാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ടൈറ്റിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യം എന്താണ്? ദ 7 ഏജസ് ഓഫ് മാൻ എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ 7 കാലഘട്ടങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ടൈറ്റിൽ തന്നെ മനസ്സിലാവുന്നല്ലോ. അപ്പോൾ എന്താണ് ആ 7 കാലഘട്ടം? ഈ ഒരു വർക്കിൽ കൂടെ അല്ലെങ്കിൽ ഒരു മോണോലോഗിൽ കൂടെ ഷേക്സ്പിയർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ശരാശരി മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് അതിനെ 7 കാലഘട്ടങ്ങളാക്കി തിരിക്കാം. ആ 7 കാലഘട്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു വർക്കിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു 7 സ്റ്റേജസ് ഓഫ് മാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഇൻഫാൻസിയാണ്. ഇത് തന്നെയാണ് സെക്ഷനിൽ പറയുന്നത്, നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ പോലെ അത് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അത് വരുന്നത് ഇൻഫാൻസിയാണ്. ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ശൈശവകാലം അല്ലെങ്കിൽ ശിശുവായിട്ടിരിക്കുന്ന കുഞ്ഞായിരിക്കുന്ന കാലഘട്ടമാണ് ഇൻഫാൻസി അല്ലേ. അപ്പോൾ ഇൻഫാൻസി ആ ഒരു കാലഘട്ടം, പിന്നീട് ഒരു സ്കൂൾ ബോയ് ആയിട്ട് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു കുട്ടി, നമ്മുടെ ഒരു ബാല്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു കൗമാരത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു ലവറായിട്ട് ആ ഒരു കാമുകൻ്റെ പരിവേഷത്തിലുള്ള ഒരു വ്യക്തിനെ കുറിച്ച് അതിനകത്ത് സംസാരിച്ചത്. ഒരു കൗമാര കാലഘട്ടമാണ്, ടീനേജിലാണല്ലോ പ്രണയമൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി യുവത്വത്തിലേക്ക് കടന്നതിന് ശേഷമുള്ള ഒരു സോൾജിയറുടെ ഒരു റോളിലുള്ള ഒരു വ്യക്തിനെ കുറിച്ച്, ഒരു യുവാവിനെ കുറിച്ച് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യുന്ന ഒരു എന്താ പറയുക ജഡ്ജിൻ്റെ രൂപത്തിലുള്ള കുറച്ചും കൂടെ എന്താ പറയുക യുവത്വം കുറച്ചുകൂടെ കടന്നൊരു മെച്ചുവേർഡായിട്ടുള്ള ഒരു മധ്യവയസ്കൻ്റെ ഒരു ഏജിലേക്കൊക്കെ എത്തുന്ന ആ ജസ്റ്റിസ് സെർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ പിന്നെ വരുന്നത് ഒരു ഓൾഡ് ഏജ്, ആ ഒരു പ്രായത്തിൽ വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ലാസ്റ്റ് സെനിലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാർദ്ധക്യത്തിൻ്റെ ഒരു അവസാന കാലഘട്ടം, അതായത് കണ്ണ് കാണാതെ ചെവി കേൾക്കാതെ നമുക്ക് ഒന്നൊന്നും അറിയാൻ പറ്റാതെ ഓർമ്മയൊക്കെ നശിച്ച ആ ഒരു മരണത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എൻഡ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടം. അങ്ങനെ 7 കാലഘട്ടങ്ങളായിട്ടാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷനിൽ കൂടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത് കേട്ടോ. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡ്. അപ്പോൾ നമ്മൾ ഓരോ പ്രായത്തിലേക്ക് കടക്കുന്നതനുസരിച്ച് നമ്മൾ പുതിയ റോളുകളാണ് ചെയ്യുക അല്ലേ. ഡു യു എഗ്രി? തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. നിങ്ങൾ നിങ്ങളുടെ തന്നെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രായത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന റോളുകളെല്ലാം നമ്മൾ പിന്നീട് ചെയ്യുന്നത് മാറി വന്നുകൊണ്ടിരിക്കുകയാണത്. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? വാട്ട് സ്റ്റേജ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ? അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ റോളുകൾ നിങ്ങൾ ഇതുവരെ പ്ലേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്, ആ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറയുന്നത്. Let us see how Shakespeare described the journey of life. അപ്പോൾ നമുക്കിനി എന്ത് നോക്കാം, നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു യാത്രയെക്കുറിച്ച് എങ്ങനെയാണ് ഷേക്സ്പിയർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്നാണ് പറയണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിലോട്ട് പോവാം. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്. ഇത് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ് കേട്ടോ. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്. ലോകമെന്ന് പറയുന്നത് ഒരു നാടകവേദിയാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാടകമൊക്കെ നടക്കുന്ന എന്താ പറയുക പ്രോഗ്രാം നടത്തുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്, ലോകത്തിൻ്റെ എല്ലാ ഭാഗവും അല്ലെങ്കിൽ ലോകമെന്ന് പറയുന്നത് ഒരു വേദിയാണ്, ഒരു സ്റ്റേജാണ്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മേർലി പ്ലേയേഴ്സ്. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും എല്ലാ മനുഷ്യന്മാരും എന്താണെന്നാ പറഞ്ഞാൽ അതിൽ ജസ്റ്റ് അഭിനയിക്കുന്ന അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റോളുകൾ അഭിനയിക്കുന്ന അഭിനേതാക്കൾ മാത്രമാണ്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ്. അവർക്ക് എന്തുണ്ട്? എക്സിറ്റും എൻട്രൻസും ഉണ്ട്. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറാനുള്ള വഴി. അപ്പോൾ അവർക്ക് എന്തുണ്ട്? കറക്റ്റായിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് കയറാനും ഇറങ്ങാനും ഉള്ള വഴി. അതായത് നമ്മുടെ ലൈഫിലേക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് കയറാനും ഇറങ്ങാനുള്ള വഴികളുണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഒരു മനുഷ്യൻ അയാളുടെ ജീവിത കാലത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കൊണ്ട്, ജനനം തൊട്ട് മരണം വരെയുള്ള സമയം കൊണ്ട് ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരുപാട് പാർട്സ്, ഒരുപാട് ഭാഗങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അഭിനയിച്ച് തീർക്കുന്നുണ്ട്. ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്. ആ ഒരു ആക്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ആ ഒരു ഭാഗത്തിന് നമുക്ക് എത്രയൊക്കെ തിരിക്കാം? 7 ഏജസ് ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ്. ആദ്യം എന്താണ്? ആ ഒരു ശൈശവ കാലഘട്ടം അല്ലെങ്കിൽ ശിശുവായിട്ടിരിക്കുന്ന ആ ഒരു ഇൻഫാൻ്റ് ആയിട്ടിരിക്കുന്ന കാലഘട്ടമാണ് ആദ്യം വരുന്നത്. മ്യൂളിങ് ആൻഡ് പ്യൂക്കിങ് ഇൻ ദ നഴ്സസ് ആംസ്. മ്യൂളിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ
കുട്ടികൾ കരയില്ലേ, ജനിച്ച സമയത്തൊക്കെ അങ്ങനെ കരയുന്ന കുഞ്ഞു കുട്ടിയാകുമ്പോഴത്തെ കരച്ചിലില്ലേ, അങ്ങനത്തെ കരച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. മ്യൂളിങ് ആൻഡ് പ്യൂക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ തികട്ടി വരിക അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ നഴ്സസ് ആംസ്, അപ്പോൾ അമ്മയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നഴ്സിൻ്റെ ആയിക്കോട്ടെ ഒക്കെ കൈകളിൽ കിടന്നിട്ട് ഇങ്ങനെ കരയുകയും വൊമിറ്റ് ചെയ്യുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കുട്ടി ആയിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ഇൻഫാൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ്, പിന്നെ അതെന്ത് സംഭവിക്കുന്നു, ആ ഒരു സ്കൂൾ ബോയ് ആയിട്ട് മാറാണ്. ഇങ്ങനെ മടുത്തിട്ട് സ്കൂളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ലാതെ നടക്കുന്ന ആ ഒരു കുട്ടീനെയാണ് വൈനിങ് സ്കൂൾ ബോയ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാശി പിടിച്ച് കരഞ്ഞ് സ്കൂളിൽ പോകുന്ന കുട്ടിയില്ലേ, ഏകദേശം അങ്ങനെ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഇൻഫാൻ്റ് ആയതിനു ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സ്കൂൾ ബോയ് ആയിട്ടുള്ള സ്റ്റേജാണ്. വിത്ത് എ സാഷൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. വിത്ത് എ സാഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ്, സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബാഗ്, സ്കൂൾ ബാഗ്. അപ്പോൾ ആ ഒരു സ്കൂൾ ബാഗൊക്കെ ആയിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്, രാവിലത്തെ ആ ഒരു നല്ല ഷൈൻ ചെയ്യുന്ന ആ ഒരു മോർണിംഗ് ഫേസ് ഒക്കെ ആയിട്ട് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ പോലെ, സ്നെയിൽ എന്ന് പറഞ്ഞത് ഒച്ച്, ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഴഞ്ഞു പോകും, ഒച്ച ഇഴഞ്ഞു പോകുന്നത് പോലെ അൺവില്ലിംഗ്ലി ടു സ്കൂൾ, ഒച്ച ഇഴഞ്ഞു പോകുന്ന പോലെ പോകുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അവൻ അൺവില്ലിംഗ്ലിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അൺവില്ലിംഗ്ലി എന്ന് പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ലാണ്ട്, ഒട്ടും ഇഷ്ടമില്ലാണ്ട്. അപ്പോൾ ഒട്ടും താല്പര്യമില്ലാണ്ട് എന്ത് ചെയ്യണം, അവനിങ്ങനെ അവൻ്റെ സ്കൂളിലേക്ക് ഒരു ഒച്ച ഇഴഞ്ഞു പോകുന്നത് പോലെ വളരെ സ്ലോ ആയിട്ട് നടന്നു പോകുന്നതാണ് ഒരു മനുഷ്യൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരു ബാല്യകാലം. ആൻഡ് ദെൻ ദ ലവർ, പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് വരികയാണ് ലവർ, ഒരു കാമുകനായിട്ടുള്ള ഒരു സ്റ്റേജ്. അത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, കൗമാര പ്രായത്തിനാണ് ഉദ്ദേശിക്കുന്നത്, ടീനേജിനെയാണ് ഉദ്ദേശിക്കുന്നത്. സൈൻ ലൈക്ക് ഫേർണേസ് വിത്ത് എ വോഫുൾ ബലാഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. അപ്പോൾ സൈൻ എന്ന് വെച്ചാൽ നമ്മൾ എന്നിട്ട് വീർപ്പിടുക എന്നൊക്കെ പറയില്ലേ, സൈൻ ലൈക്ക് ഫർണേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂള എന്നൊക്കെ പറയാം, അടുപ്പ് പോലെ ഇങ്ങനെ ഉള്ളിൽ തീ കത്തുന്ന ആ ഒരു സെറ്റിങ്ങിനെയാണ് പറയുക ഫർണേസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈൻ ലൈക്ക് ഫർണേസ് വിത്ത് എ വോഫുൾ ബല്ലാഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ, അവൻ്റെ ലവർക്ക്, മിസ്ട്രസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ലവറിനെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു യുവാവിൻ്റെ ആ ഒരു കൗമാരപ്രായത്തിലുള്ള ആ ഒരു വ്യക്തിയുടെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ലവർക്ക് വേണ്ടിയിട്ട് അവളുടെ ഐബ്രോസിന് അല്ലെങ്കിൽ പുരികത്തിന് അല്ലെങ്കിൽ അവളുടെ ഭംഗി എന്നുള്ള മീനിങ് കിട്ടും, അവളുടെ ഭംഗിയെ പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള വോഫുൾ ബല്ലാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോങ് ആണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല സോങ്സ് ഒക്കെ ഇങ്ങനെ പാടിക്കൊണ്ട്, മേ ബി അവൻ വിരഹത്തിലായിരിക്കാം, അതുകൊണ്ടാണ് വോഫുൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാഡ് ആയിട്ടുള്ള എന്നാണ് പറയണം. അപ്പോൾ ആ ഒരു കാമുകീനെ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള സോങ്സ് ഒക്കെ പാടി ഒരു ഫർണേസ് പോലെ ഇങ്ങനെ എരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് സൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു ലവറിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ടീനേജ് ബോയിനെയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്, തേർഡ് സ്റ്റേജിനകത്ത് കാണാനായിട്ട് സാധിക്കണം. ദെൻ എ സോൾജർ, പിന്നെ ആ ഒരു യുവത്വത്തിലേക്ക് കടന്ന് അല്ലെങ്കിൽ എന്താ പറയുക കൗമാരം കടന്നിട്ട് ഒരു യുവാവായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ അവൻ ആരാവുകയാണ്, ഒരു സോൾജിയറായിട്ട് മാറുകയാണ്. കുറച്ചും കൂടെ ആ ഒരു പ്രേമം അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയ ഒരു ഇമോഷനിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് മാറുന്ന ഒരു സോൾജിയറായിട്ട് മാറും. സോൾജിയർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ എന്നൊക്കെ പറയില്ലേ. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ്, അവിടെ എന്താണ് നമുക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരിക്കും, ഒരുപാട് പ്രതിജ്ഞാബദ്ധനായിരിക്കും. ഓത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിജ്ഞ, എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ നാടിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അങ്ങനത്തെ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നിൽക്കുന്ന സിറ്റുവേഷൻ, ഒരുപാട് ഓത്തുകൾ. ആൻഡ് ബേഡഡ് ലൈക്ക് ദ പാഡ്, അതേപോലെ തന്നെ അവൻ്റെ ആ ഒരു താടികൾ, ബേഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താടി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താടിയൊക്കെ വെച്ചിട്ട് അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിയോപാഡ് എന്ന് പറയില്ല നമ്മൾ, പുള്ളിപ്പുലി. അപ്പോൾ അതുപോലെ ഭയങ്കര ശൗര്യത്തോട് കൂടിയിട്ട് ആ ഒരു ലുക്ക് വൈസ് ആണെങ്കിലും അവൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ആ ഒരു പുള്ളിപ്പുലിയുടെ പോലത്തെ ഒരു ശൗര്യമുള്ള ഒരു സ്വഭാവമായിട്ട് മാറുന്നുണ്ട്. ജലസ് ഇൻ ഹോണർ, സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. അപ്പോൾ ആ ഒരു ഹൊണറിന് വേണ്ടിയിട്ട്, ഹൊണർ എന്ന് പറഞ്ഞാൽ ബഹുമാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിൽ നിന്നും ഒന്ന് വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെയൊക്കെ ഒരു നേച്ചർ. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വഴക്കിടും, ക്വാറൽ എന്ന് വെച്ചാൽ ഇപ്പോൾ കോറൽ എന്ന് പറഞ്ഞാൽ വഴക്കടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സഡൻ ആൻഡ് ക്വിക്ക് ഇൻ കോറൽ, പെട്ടെന്ന് തന്നെ ദേഷ്യം വരും, പെട്ടെന്ന് തന്നെ വഴക്കിടാൻ തുടങ്ങും, ബഹളം വയ്ക്കും, അങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടറാണ്. സീക്കിങ് ദ ബബിൾ റെപ്യൂട്ടേഷൻ, അവർക്ക് അവിടെ ആ ഒരു സമയത്ത് അവന് ആവശ്യം എന്താണ്, ആ ഒരു പ്രശസ്തി, ഇങ്ങനെ റെപ്യൂട്ടേഷൻ കിട്ടുക, പ്രശസ്തി കിട്ടുക എന്നുള്ളതാണ്. ബബിൾ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ബബിൾ പോലെ നമുക്കറിയാം നൈമിഷികമായിട്ടുള്ള റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം, ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അത്രയും ആഗ്രഹമാണ്. പക്ഷേ ഇതൊന്നും അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ക്വാറൽ ചെയ്തതിനെ കൊണ്ടോ അടി കൂടിയതിനെ കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം, സീക്കിങ്, അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക, ഭയങ്കര ആഗ്രഹമാണ്. ഈവൻ ഇൻ ദ കാനൻസ് മൗത്ത്, അത് എവിടെ പോലും എന്നാ പറയുന്നത്, അയാളുടെ ആ ഒരു ശൗര്യമാണ് കാണിക്കുന്നത്. കാനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരങ്കി. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ മുന്നിലാണെങ്കിൽ ഒരു പീരങ്കിയുടെ മുന്നിലാണെങ്കിൽ പോലും നെഞ്ച് വിരിച്ചിട്ട് അയാൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾക്ക് അവിടെ അയാളുടെ ആ ഒരു റെപ്യൂട്ടേഷൻ കാത്തു സൂക്ഷിക്കണം, അയാൾക്ക് അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ ഡിഗ്നിറ്റി കിട്ടണം, അവരുടെ എല്ലാവരുടെയും മുന്നിലും എന്താ പറയുക
ബഹുമാനം കിട്ടണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആൾ എന്തും ചെയ്യാൻ റെഡിയാണ്, ജീവൻ കൊടുക്കാൻ റെഡിയാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ആ ഒരു ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ 4 സ്റ്റേജ് നമ്മൾ പറഞ്ഞു, ഇനി 5ാമത്തേന് വരുന്നത് ആൻഡ് ദെൻ ദ ജസ്റ്റിസ്. ഇനി വരുന്നത് ജസ്റ്റിസാണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മധ്യവയസ്കൻ്റെ ഒക്കെ ഏജിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു പിക്ചറിൽ തന്നെ നോക്കാട്ടോ, സൈഡിൽ ഇൻഫാൻറ്റ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഒരു സ്കൂൾ ബോയ് കാണുന്നുണ്ട്, ലവർ കാണുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സോൾജിയർ പറഞ്ഞു. ഇനി വരുന്നതാണ് ജസ്റ്റിസ്. ലാസ്റ്റ് ഈ പേജിൽ ലാസ്റ്റ് കാണിക്കുന്ന പിക്ചർ. ആൻഡ് ദെൻ ദ ജസ്റ്റിസ് ഇൻ ദ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ്. അപ്പോൾ ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നിയമം നിർമ്മാണം ഒക്കെ നടത്തുന്ന ഒരു ജഡ്ജിൻ്റെ ഒക്കെ ഒരു റോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് അവൻ എത്തുന്നു. അവിടെ എന്താണ് ഫെയർ റൗണ്ട് ബെല്ലി, അപ്പോഴേക്ക് വയറൊക്കെ ഒന്ന് ചാടി, നമുക്കറിയാം ഒരു മധ്യവയസ്കൻ്റെ ഏജ് എത്തുമ്പോഴേക്കും നമ്മുടെ ആ ഒരു നല്ല ഭംഗിയുള്ള ശരീരപ്രകൃതമൊക്കെ മാറിയിട്ട് യുവത്വത്തിലെ ശരീരപ്രകൃതമൊക്കെ മാറി വരും അല്ലേ. അപ്പോൾ അതുപോലെ എന്താണ് അയാൾക്ക് നല്ല റൗണ്ട് ബെല്ലി, നല്ല വട്ടത്തിലുള്ള വയറൊക്കെ വന്നിട്ടുണ്ട്. വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ്. ക്യാപ്പ് ആൻഡ് ലൈൻഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പല മീനിങ് ഉണ്ട്. ക്യാപ്പ് ആൻഡ് ലൈൻഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഈ ബ്രൈബ് ചെയ്യുക, കോഴ വാങ്ങിക്കുക എന്ന് പറയില്ല. അന്നത്തെ കാലത്തൊക്കെ ഈ എന്താ പറയുക, ഫുഡ് ഐറ്റംസ് ആയിട്ടോ പൈസ ആയിട്ട് തന്നെ ആയിക്കോളണമെന്നില്ല കൈക്കൂലി വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് എന്താ പറയുക, ഫുഡ് ഐറ്റംസ് ആയിട്ട്, അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് കോഴി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കിട്ടിയിട്ട് കോഴ വാങ്ങിച്ചിട്ട് ഈ വയറ് ചാടിയതാണ് എന്നുള്ള മീനിങ്ങിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ എടുക്കാം. ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കോഴയൊക്കെ വാങ്ങിക്കുന്ന, ബ്രൈബ് വാങ്ങിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്താ പറയുക ചിക്കൻ പോലത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് വയറൊക്കെ ചാടി അങ്ങനെ നടക്കുന്ന ഒരാൾ എന്നുള്ളൊരു മീനിങ്ങിലാണ്. വിത്ത് ഐ സിവിയർ ആൻഡ് ബേഡ് ഓഫ് ഫോമൽ കട്ട്. അപ്പോൾ കണ്ണൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ താടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോമലായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ എന്തുണ്ടാവും, ആ ഒരു പ്രായത്തിൻ്റെ പക്വത കാണിക്കാൻ വേണ്ടിയിട്ട് ആളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ ഭയങ്കര പഴഞ്ചൊല്ലുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുതിയ എന്താ പറയുക എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അയാൾ അവിടെ സംസാരിക്കുന്നത്. വൈസ് സോസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴഞ്ചൊല്ലുകൾ അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, പുതിയ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു മെച്യൂരിറ്റിയിലൊക്കെ എത്തിയിട്ടുള്ള ആ ഒരു ഏജിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, എക്സാമ്പിളൊക്കെ വെച്ച് വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അയാളും അയാളുടെ ഭാഗം ആ ഒരു ജീവിതത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ദ 6th age shifts into the lean and slippered pantaloon. ഇനി 6ാമത്തെ സ്റ്റേജാണ് വരുന്നത്. ആ ഒരു 6ാമത്തെ ഏജ് എന്ന് പറയുന്നത് അവിടെ എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇൻടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. പാൻറ്റലൂണിലോട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പിക്ചറിൽ ഒരു വയസ്സായ ഒരു മുത്തശ്ശൻ നമ്മൾ കാണുന്നില്ലേ, ഫസ്റ്റ് വൺ. അപ്പോൾ ആ ഒരു മുത്തശ്ശൻ ധരിച്ചിരിക്കുന്ന ആ ഒരു ഡ്രസ്സില്ല, ആ ഒരു പാൻസിനെയൊക്കെയാണ് പാൻറ്റലൂൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാഗി ടൈപ്പായിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ആ ഒരു 6th സ്റ്റേജ് എത്തുമ്പോഴേക്കും ആ ഒരു മനുഷ്യൻ എന്തിലേക്ക് സ്ലിപ്പ് ചെയ്യുന്നു, എന്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ലീനായ, കാരണം ആ ഒരു മധ്യവയസ്കൻ്റെ പ്രായത്തിലുണ്ടായിരുന്ന ഒരു കുടവയറോ അല്ലാന്നുണ്ടെങ്കിൽ ദേഹപ്രകൃതമോ ഒന്നുമല്ല, വളരെ സ്ലിം ആയിട്ടുണ്ട്. ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റിലൂടെ ഇങ്ങനെ ലൂസായിട്ടുള്ള പാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം അവരുടെ ദേഹപ്രകൃതം ഇങ്ങനെ ചുളുങ്ങി ഏജ് ആയതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ദേഹത്തിന് മാത്രമല്ല ഡ്രസ്സുകളൊക്കെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. പഴയ ഡ്രസ്സുകളൊന്നും കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ആ ഡ്രസ്സുകളൊക്കെ വളരെ ലൂസായിട്ടുണ്ട്, സ്ലിപ്പായിട്ട് ഇങ്ങനെ പോകുന്ന പോലത്തെ ഡ്രസ്സുകളൊക്കെയാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ബട്ട് സ്പെക്ടക്കിൾസ് ഓൺ നോസ്, അയാളുടെ മൂക്കിൽ എന്തുണ്ട്, കണ്ണട വെച്ചിട്ടുണ്ട്. ആൻഡ് പൗച്ച് ഓൺ സൈഡിലൊരു പൗച്ചൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. കണ്ണടയുടെ ആവാം, അല്ലെങ്കിൽ പൈസ സൂക്ഷിക്കുന്നതാവാം. അതിൻ്റെ പൗച്ചൊക്കെ സൈഡിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. ഹസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് സ്ട്രങ് ഷാങ്ക്. അയാൾ ഹിസ് യൂത്ത്ഫുൾ ഹോസ് എന്നാണ് പറയുന്നത്. യൂത്ത്ഫുൾ ഹോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹോസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂത്ത് ആയിരുന്ന സമയത്ത് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ആ ഒരു ഡ്രസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ഡ്രസ്സ് അതിൻ്റെ ഒരു ഭംഗിയിലും എന്താ പറയുക ഫിറ്റായിട്ടൊന്നുമല്ല ഇപ്പം അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആ ഒരു മോഡൽ ഡ്രസ്സ് അല്ലെങ്കിൽ ആ അതേ രീതിക്ക് ധരിക്കാമെന്നൊന്നും പറഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. മാത്രമല്ല വേൾഡ് ടു വൈഡ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ലോകം എന്ന് പറയുന്നത് ഒത്തിരി വൈഡായിട്ട് തോന്നണം. അദ്ദേഹത്തിന് മനസ്സിലാക്കാനും ഗ്രാസ്പ് ചെയ്യാനും പറ്റുന്നതിനേക്കാട്ടിലൊക്കെ അപ്പുറത്തേക്ക് ലോകം ഒരുപാട് മാറിക്കഴിഞ്ഞു. കാരണം ആ യുവാവായിരുന്ന സമയത്ത് മേ ബി എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എത്താം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ഓൾഡ് ഏജ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ ലോകത്തിനെ അറിയാനൊന്നും സാധിക്കുന്നില്ല. ഫോക്കസ് ഷ്രങ്ക് ഷാങ്ക്, അന്ന് വളരെ അടിപൊളിയായിട്ട് ആ ഒരു ഹോസ് കാര്യങ്ങളും ഡ്രസ്സൊക്കെ ധരിച്ചു പോയിരുന്ന ആള് ഇപ്പം എന്തായിട്ടുണ്ട്, ഫോക്കസ് ഷ്രങ്ക് ഷാങ്ക്. അയാളുടെ കാലുകളൊക്കെ ഷ്രങ്ക് ഷാങ്ക് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഭയങ്കര എന്താ പറയുക ചുരുങ്ങിപ്പോയ ലെഗ് എന്നുള്ളൊരു മീനിങ്ങിലാണ് കേട്ടോ. അതായത് വളരെ
സ്ലിമ്മായി പോയ കാലുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഡ്രസ്സോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെലിഞ്ഞുണങ്ങി പോയിട്ടുള്ള കാലുകളിലേക്കൊന്നും സ്യൂട്ട് ആവുന്നില്ല. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിങ് അഗൈൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ. മുന്നേ എന്ന് പറയുന്നത് ആ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം മുന്നേ എന്തായിരുന്നു, അവരുടെ സൗണ്ട് എന്ന് പറയുന്നത് വളരെ മാൻലി ആയിരുന്നു, നല്ല പൗരുഷം തുളുമ്പുന്ന ശബ്ദമായിരുന്നു. പക്ഷെ അത് ഇപ്പം എന്തായിട്ടുണ്ട്, ടേണിങ് അഗൈൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ. കുട്ടികളിങ്ങനെ സംസാരിക്കില്ലേ, അപ്പോൾ അത്തരത്തിൽ കുട്ടികളുടെ ശബ്ദം പോലെ, അല്ലെങ്കിൽ അതുപോലെ ഒരു വിക്കുള്ളത് പോലെ, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഇങ്ങനെ വിറയ്ക്കുന്നത് പോലത്തെയൊക്കെ സൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്. പൈപ്സ് ആൻഡ് വിസൽസ് ഇൻ ഹിസ് സൗണ്ട്. പൈപ്സ് ആൻഡ് വിസൽസ് ഇൻ ഹിസ് സൗണ്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ശബ്ദത്തിൽ ഇങ്ങനെ പിച്ച് ചേഞ്ച് ആവുക, പല പല ശബ്ദങ്ങൾ ഇടയിൽ കൂടെ കയറി വരിക, അങ്ങനത്തെയൊക്കെ. ഇത് കുട്ടികളുടെ ശബ്ദത്തിൽ കണ്ടിട്ടില്ല, പല പല സൗണ്ടുകൾ ഇടയിൽ കൂടെ കയറി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു പൗരുഷമുള്ള സൗണ്ടൊന്നല്ല, കുട്ടികളുടേതുപോലുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള സൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, ഇനി 7ാമത്തെ സ്റ്റേജാണ് പറയുന്നത്. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ദാറ്റ് എൻഡ്സ് ദി സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി. ഇത്രയും ഇവൻറ്റ്സ് നടന്നിട്ടുള്ള, ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടുള്ള, അതും വിചിത്രമായിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള പല പല മാറ്റങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഈ ഒരു മനുഷ്യൻ്റെ ചരിത്രം എന്ത് ചെയ്യാണ്, ഇനി എൻഡ് ചെയ്യാൻ പോകണം. അവർ എൻഡ് ചെയ്യുന്ന ക്ലൈമാക്സ് സീനിലോട്ടാണ് നമ്മളിനി പോകുന്നത്. സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മെയർ ഒബ്ലീവിയൻ. ഇതെന്താണ്, 2ാമത്തെ ഒരു ബാല്യകാലമാണ്, അല്ലെങ്കിൽ 2ാമത്തെ ഒരു ശൈശവമാണ് എന്നാണ് പറയുന്നത്. അതായത് ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളെങ്ങനെയാണോ അതേ അവസ്ഥയിലേക്ക് നമ്മൾ വാർദ്ധക്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ അത് 2ാമത്തെ ഒരു ശൈശവകാലമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് മെയർ ഒബ്ലീവിയൻ, അതേപോലെ തന്നെ അവിടെ എന്താണ്, മൊത്തത്തിൽ മറവിയാണ്. കുഞ്ഞു കുട്ടിയാവുന്ന സമയം നമുക്ക് എന്തില്ല, ഒന്നും അറിയില്ല, ആരും തിരിച്ചറിയില്ല. അതേ അവസ്ഥയിലേക്ക് തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഒരു എന്താ പറയുക വാർദ്ധക്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും എത്തിപ്പെടുകയാണ്. സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവരിത്തിങ്. സാൻസിനോട് ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് എന്നുള്ള മീനിങ് ആണ്, ഇല്ല എന്നുള്ള മീനിങ് ആണ്. അതായത് പല്ലുകളില്ല, അതേപോലെ തന്നെ കണ്ണുകൾ, കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, ടേസ്റ്റ് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, അതുപോലെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ എന്തായിരുന്നു, നമുക്കൊന്നും അറിയാം, നമ്മൾ വെറുതെ ഇങ്ങനെ കിടക്കില്ലേ, അതേ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ അതെന്താണ്, സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആയിട്ട് അത് മാറുകയാണ്. അങ്ങനെ ആ ഒരു സ്റ്റേജോട് കൂടിയിട്ട് ഒരു മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്.